ഉറങ്ങിക്കിടക്കുന്ന ഗിരുവിനെ നോക്കി കുറച്ചു നേരം മനു ഇരുന്നു. നൈറ്റ് ഗൗൺ തുടവരെ കയറി കിടക്കുന്നു. ചരിഞ്ഞുള്ള ആ കിടപ്പിൽ മാറ് പകുതിയും വെളിയിലാണ്. ഉയർന്നു താഴുന്ന ആ മാംസഗോളങ്ങൾ കണ്ടപ്പോൾ എന്തോ മനു വീണ്ടും ഉണർന്നു തുടങ്ങി. ബെഡിലിരുന്ന മനു പതിയെ അവിടിലൂടെ വിരലോടിച്ചു. ഇതേ സമയം രാഖി മനുവിനെ തന്നെ ഓർത്തു കിടക്കുകയായിരുന്നു. അടുത്തു കിടക്കുന്ന ഗിരീഷിൻ്റെ കൂർക്കം വലി കേട്ടപ്പോൾ എന്തോ ഒരാശ്വാസമാണ് തോന്നിയത്. ഒരു യുദ്ധം കഴിഞ്ഞുള്ള ഉറക്കമാണ്. അതെന്നും അങ്ങനെ തന്നെയായിരുന്നു. താനൊരു പെണ്ണാണെന്നോ തനിക്കും വികാര വിചാരങ്ങളൊക്കെ ഉണ്ടെന്നോ ഒരിക്കൽ പോലും അയാൾ ഓർത്തിട്ടില്ല. എന്നിട്ടും പ്രതിഷേധത്തിൻ്റെ അടയാളങ്ങൾ കരച്ചിലായല്ലാതെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ഒരു മരപ്പാവയെ പോലെയാണ് താൻ കിടപ്പറയിൽ. അയാൾക്ക് അത് മതി താനും. ഒരുതരം ഭ്രാന്തമായ ആസക്തിയോടെയുള്ള സമീപനവും പെരുമാറ്റവും. എന്നും പേടിയോടെയും വേദനയോടെയും മാത്രമേ ഓരോ അടുക്കലും അകലലും ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കിടപ്പറ വിട്ടാൽ അയാളൊരു മാന്യനാണ്. തന്നോട് വലിയ കരുതലും സ്നേഹവുമാണ്. 12 വയസ്സിൻ്റെ പ്രായക്കൂടുതൽ. അതെന്നും ആ ഒരു പക്വതയോടെ തന്നെ അദ്ദേഹം കാട്ടിയിട്ടുമുണ്ട്. തൻ്റെ ബന്ധുക്കളും പരിചയക്കാരുമൊക്കെ എന്നും തെളിഞ്ഞും ഒളിഞ്ഞും പറഞ്ഞു, നീ ഭാഗ്യവതിയാ, പുള്ളിക്ക് എന്തൊരു കരുതലാണ്. ഒരു നെടുവീർപ്പോടെ മാത്രമേ തനിക്കെന്നും ഇത്തരം ഡയലോഗുകൾ കേൾക്കാനാകുകയുള്ളൂ. ഒരുതരം വീട്ടുതടങ്കലിൽ കഴിഞ്ഞ 2 മാസം. അതിനിടയിൽ കല്യാണാലോചന. കാണാൻ വന്നപ്പോഴേ താൻ ഉറപ്പിച്ചതാ, എല്ലാം തുറന്നു പറയണം. തനിക്ക് മനുവല്ലാതെ മറ്റാരെയും ആ സ്ഥാനത്ത് കാണാനാകില്ല. പക്ഷേ ഒന്നിനും അവസരമുണ്ടാക്കാതെ ഇളയച്ചനും മാമാവന്മാരും വിവാഹം നടത്തി. ഒരു മുൻപരിചയം പോലുമില്ലാതെ, എന്തിന് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലാത്ത തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആദ്യമായി വലതുകാൽ വെച്ച് കയറിയ നിമിഷം മുതൽ ഇന്ന് വരെ തനിക്കിവിടം നരകതുല്യമായിരുന്നു. ഇവിടെ ഉള്ളവരൊക്കെ ഒരിക്കലും തനിക്ക് സ്വന്തമെന്ന് തോന്നിയിട്ടില്ല. നഗരത്തിലെ അത്യാവശ്യം തിരക്കും പേരുമുള്ള ഒരു ഡോക്ടറാണ് ഗിരീഷ്. അതിൻ്റെ ഒരു ഗർവ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കുമുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ തൻ്റെ മുന്നിൽ അഴിഞ്ഞു വീണതാണ് ഈ പകൽമാനിൻ്റെ മാന്യത. 1-2 ദിവസം തലവേദന, മനസ്സ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം ബെഡ്റൂമിൽ താൻ അകന്നു കിടന്നു. 3-ാം ദിവസം റൂമിലെത്തിയതും വളരെ ഗൗരവമായി പുള്ളി പറഞ്ഞു, മതി നിൻ്റെ കുലസ്ത്രീ ചമയലൊക്കെ. ഞാനും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നു. എനിക്കത്ര നിർബന്ധമില്ല താനും നീ വെർജിനൊന്നും ആയിരിക്കണമെന്ന്. ബട്ട് ഇനി ഇത് പറ്റില്ല. പറഞ്ഞതും തന്നെ കടന്നു പിടിച്ച് മുഖത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. ഏതോ ഒരു വൃത്തികെട്ട മണം. ഛീ. പറഞ്ഞതും തൻ്റെ പ്രതീക്ഷിക്കാതെയുള്ള പിടിച്ചുതള്ളലിൽ ഗിരീഷ് പുറകിലേക്ക് വേച്ചുപോയി. മുറിവേറ്റ മൃഗത്തെപ്പോലെ തൻ്റെ മേൽ ചാടി വീണ ഗിരീഷിന് മുന്നിൽ അവൾ തളർന്നു വീണുപോയി. ഒരർത്ഥബോധാവസ്ഥയിൽ താൻ അറിയുന്നുണ്ടായിരുന്നു. ഇട്ടിരുന്ന വസ്ത്രങ്ങൾ അരിയുന്നതും ശരീരത്തിൽ അങ്ങിങ്ങായി ഭാരവും നീറ്റലും. എപ്പോഴോ മയങ്ങി. ഉണർന്നപ്പോൾ ഒരു പുതപ്പുണ്ട് ശരീരത്ത്. ബലാത്സംഗം ചെയ്യപ്പെട്ട പോലെ തോന്നിയ നിമിഷം. ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എവിടേക്കോ നീറ്റലുണ്ട്. കുളിച്ചിറങ്ങി വന്ന് വീണ്ടും കിടന്നു. ആകെ ഒരു ക്ഷീണം, മയക്കം, ഒന്നിനും വയ്യ. കുറച്ച് കഴിഞ്ഞപ്പോൾ കാലൊച്ച കേട്ടു. ഗിരീഷാണ്. ബെഡിലിരുന്നു. കൈ പതിയെ തൻ്റെ നെറ്റിയിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, എന്തേ സുഖമില്ലേ? അമർഷത്തോടെ കിടന്നതല്ലാതെ അവൾ മിണ്ടിയില്ല. ടെമ്പറേച്ചർ ഉണ്ടല്ലോ, എഴുന്നേൽക്ക്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ടാബ്ലറ്റ് എടുക്കാം. സ്നേഹത്തോടെ പതിയെയുള്ള സംസാരം കേട്ടപ്പോൾ അവൾക്കെന്തോ അവനെ മനസ്സിലാകുന്നില്ലായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഇദ്ദേഹമല്ലേ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്? രാഖി. ആ സ്നേഹത്തോടെയുള്ള വിളി കേൾക്കാതിരിക്കാനായില്ല അവൾക്ക്. അവളൊന്ന് മൂളി. അവളുടെ അടുത്തേക്കിരുന്ന ഗിരീഷ് പറഞ്ഞു, ദേഷ്യമാണോ? ഹേയ്. പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നു. എങ്കിൽ വാ, കഴിക്കാം. പിന്നീട് അതൊരു സ്ഥിരം കലാപരിപാടി തന്നെയായി മാറി. രാത്രി കാണുന്ന ആളെയല്ല പകൽ. മടുത്തു തുടങ്ങിയിരുന്നു ശരിക്കും ഈ ജീവിതം. അതിനിടയിൽ പുറംപണിക്ക് വരുന്ന കുട്ടിയോടുള്ള ഗിരീഷിൻ്റെ പെരുമാറ്റം അതിര് വിടുന്നത് താൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്രമേണ രാഖിക്ക് മനസ്സിലായി, ഇതൊക്കെ മുൻപേ ഉണ്ടായിരുന്നതാണ്. ആൾക്കാരുടെ മുന്നിൽ കെട്ടിയൊരുക്കിക്കൊണ്ട് നടക്കാൻ ഒരാളായി മാത്രമാണ് തന്നെ ഇവിടെ ആവശ്യം എന്നും. അയാളുടെ വിശപ്പടക്കാൻ രാത്രിയും തന്നെ വേണം പോലും. ഇപ്പോൾ ഇത് ശീലമായിരിക്കുന്നു. ഒരു തരത്തിൽ അറപ്പാണ് അവൾക്കിപ്പോൾ. എങ്കിലും രാത്രിയിൽ അടുത്തു വരുന്ന ഗിരീഷിനോട് അവൾ സഹകരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞാൽ സമാധാനത്തോടെ ഉറങ്ങാമല്ലോ. ഒരിക്കൽ പോലും തൻ്റെ ശരീരത്തിനെ പറ്റിയോ വികാരങ്ങളെ പറ്റിയോ അദ്ദേഹം ഓർത്തിട്ടില്ല. എന്നും രാത്രിയിൽ കഴിക്കുന്ന ഗുളിക പോലെ കുറേ അടുക്കലും അകൽച്ചയും. ആസക്തിയോടെയുള്ള അലർച്ചകൾ ക്ഷീണിച്ചു മറിഞ്ഞു വീഴുന്നതോടെ കഴിഞ്ഞു. മനുവിൻ്റെ ശബ്ദം ഫോണിലൂടെ കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല ആദ്യം. പിന്നീട് സ്വപ്നമല്ല എന്ന് മനസ്സിലായി സംസാരിച്ചു തുടങ്ങിയത് പിറ്റേ ദിവസം തന്നെയാണ്. കാണണമെന്ന് മനു പറഞ്ഞപ്പോഴൊക്കെ സ്വയം ചോദിച്ചു, ശരിയാണോ താനിപ്പോൾ ഒരു ഭാര്യയാണ്? വേണ്ട. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ എൻ്റെ വികാര വിചാരങ്ങളൊന്നും മനസ്സിലാക്കാതെ, താനൊരു ജീവിയാണെന്ന് പോലും ആലോചിക്കാതെ, മനുഷ്യനാണെന്ന് പോലും ആലോചിക്കാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്തിന് ഞാൻ എൻ്റെ സുഖങ്ങൾ വേണ്ടെന്ന് വെക്കണം? ഇപ്പോൾ തോന്നുന്നു ആ തീരുമാനം ശരിയായിരുന്നു. രാഖി പതിയെ എഴുന്നേറ്റു. മുറിയിൽ മങ്ങിയ വെളിച്ചമുണ്ട്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് രാഖി അഭിമാനത്തോടു കൂടി തൻ്റെ ശരീരത്തേക്ക് നോക്കി. ഇന്ന് താനൊരു പെണ്ണാണെന്ന് വീണ്ടും തോന്നി. അവൾക്ക് ശരീരമാകെ പതിയെ വിറയ്ക്കുന്നത് പോലും തോന്നി. അവൾ പതിയെ മുഖത്തുകൂടി വിരലൊടിച്ചു. ചുണ്ടുകൾ പതിയെ കടിച്ചു.
കണ്ണുകളടച്ചു. അവളുടെ മനസ്സ് മുഴുവൻ മനുവായിരുന്നു. പകൽ സമയം അവരൊരുമിച്ചുള്ള സമയമായിരുന്നു. അവൾ ആകെ ഉണരാൻ തുടങ്ങിയിരിക്കുന്നു. ഫോണെടുത്ത് പതിയെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ആകാശത്ത് നക്ഷത്രങ്ങൾ തന്നെ നോക്കി മിന്നിച്ചിരിക്കുന്നു. മനുവിൻ്റെ നമ്പറിൽ പതിയെ അമർത്തി. ഒറ്റ ബെൽ. മോളെ. മനുവിൻ്റെ ശബ്ദം. എന്ത് ചെയ്യാം മുത്തേ? ഞാൻ നിന്നെ ഓർത്ത് കിടക്കുക. എന്ത്? നിൻ്റെ നിൻ്റെ എൻ്റെ എൻ്റെ പറയടി പെണ്ണേ. അയ്യടാ ഒന്ന് പോയേ. അവൾ കുലുങ്ങി ചിരിച്ചു. ഇങ്ങനെ ചിരിക്കില്ലേ, എൻ്റെ കൺട്രോൾ പോവും. ആണോ? എങ്കിൽ ചിരിക്കില്ല കേട്ടോ. എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു പെണ്ണേ. എങ്കിലെങ്കിൽ പോരെ. ഞാൻ വരുമേ, മനു പറഞ്ഞു. രാഖി വീണ്ടും ചിരിച്ചു. നിൻ്റെ ഡോക്ടർ എവിടെ? ഉറക്കിയോ? എപ്പോഴേ ഫ്ലാറ്റ്. നിൻ്റെ ഗുളിക കഴിച്ചാൽ ആരും തളർന്നുറങ്ങി പോവല്ലോ. ചി. രാഖി നാണത്തോടുകൂടി കിണങ്ങി. ആകെ തുളുമ്പി നിൽക്കുവാണല്ലോ പെണ്ണ്, മനു പറഞ്ഞുകൊണ്ട് ഫോൺ ചുണ്ടിലേക്ക് അടുപ്പിച്ച് ഉമ്മ വെച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ലടാ. ഹേയ് പെണ്ണേ, പോയി കിടന്ന് ഉറങ്ങ് വേഗം. നാളെ ഡേ ഡ്യൂട്ടി ഉള്ളതാ, മറക്കണ്ട. എന്താ? മനസ്സിലാവാത്ത പോലെ രാഗി ചോദിച്ചു. ഇന്നത്തേതുപോലെ നമുക്ക് ഒരുമിച്ച് ഡേ ഡ്യൂട്ടി, മനു ഈണത്തിൽ പറഞ്ഞു. അയ്യ, ഇനി ഇപ്പോഴെങ്ങും ഇല്ല. എൻ്റെ വിറയൽ ഇതുവരെ മാറിയിട്ടില്ല, രാഖി പറഞ്ഞു. എവിടെ വിറയ്ക്കുന്നേ? മനു ചോദിച്ചു. അയ്യേ, എന്തൊരു വഷളനാ ചെക്കൻ. പിന്നല്ലാതെ, വിറയ്ക്കുന്നത് എവിടാന്ന് പറഞ്ഞ് ഞാൻ മാറ്റിത്തരാന്നേ. ബെഡ്റൂമിൽ ഗിരീഷിൻ്റെ ചുമ കേട്ട് രാഖി പറഞ്ഞു. ഡാ, ഓക്കെ, ഞാൻ പോവാ, ബൈ. പറഞ്ഞതും കട്ട് ചെയ്തു. ഫോണിലേക്ക് നോക്കി മനു 1-2 നിമിഷം ഇരുന്നു.